ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും വൈവിധ്യമാർന്നതും അതേസമയം ഏറ്റവും വെല്ലുവിളികളുമുള്ള നദികളിലൊന്നാണ് ആമസോൺ നദി. തെക്കേ അമേരിക്കയിലെ 7 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ മഹാനദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയും വലുതും നീളമുള്ളതുമായ ഈ നദിക്ക് ഒരു സ്ഥിരമായ പാലം പോലുമില്ല. അതായത് ഒരു റെയിൽവേ അല്ലെങ്കിൽ റോഡ്, പാലങ്ങൾ ഒന്നും തന്നെ ഈ നദിയെ മുറിച്ചു കടക്കുന്നില്ല. പറയുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നുമല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നദിക്ക് ഇനിയും ഒരു പാലം പോലും നിർമ്മിച്ചിട്ടില്ലാത്തത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നാം പല വഴികളിലായി ആലോചിക്കേണ്ടി വരും. ഒട്ടനവധി ഘടകങ്ങളും ആമസോൺ നദികളിലെ രഹസ്യങ്ങളും ഇതിനു പിന്നിലുണ്ട്. ഈ രഹസ്യങ്ങളിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ നദി. ഇത് ഏകദേശം 6400 കിലോമീറ്ററോളം നീളമുള്ളതും 7 തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നതുമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ തെക്കുനിന്നും വടക്കുവരെയുള്ള ദൂരത്തിൻ്റെ 2 ഇരട്ടിയോളം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു നദിക്കു കുറുകെ ഇന്നും ഒരു പാലം പോലും പണിതിട്ടില്ല? ആദ്യ കാരണം അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. ആമസോൺ കാടുകൾ എന്നത് ഒരു മഴക്കാടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് അവിടെ പൊതുവെ മഴക്കാലം എന്ന കാലാവസ്ഥയെ ഉണ്ടാകാറുള്ളൂ. അതായത് മഴക്കാലവും പെരുമഴക്കാലവും. അതുകൊണ്ട് തന്നെ മിക്കവാറും മഴ പെയ്യുന്നതിനാൽ തന്നെ ആമസോൺ നദിയിലെ ജലം ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഒഴുകുന്നുവെന്നും പറയാനാകില്ല. അതായത് വേനൽക്കാല സമയങ്ങളിൽ 1,10,000 ചതുരശ്ര കിലോമീറ്ററും മഴക്കാല സമയങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് 3,50,000 ചതുരശ്ര കിലോമീറ്റർ വരെ കൂടാറുണ്ട്. ആ സമയങ്ങളിൽ ഈ നദിയുടെ വീതി ഏകദേശം 40 കിലോമീറ്റർ വരെ എത്തും. അതായത് ചില ഭാഗങ്ങളിൽ നദിയുടെ വീതി 24 കിലോമീറ്റർ വരെയും ഉയർന്ന മഴക്കാലത്ത് അത് 48 കിലോമീറ്ററിലേക്കും എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവിൽ അവിടെ പാലം നിർമ്മിക്കുന്നത് അസാധ്യമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. 2016 ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ റിക്കാർഡോ സ്റ്റെക്കഡ് ആമസോൺ മേഖലയിലൂടെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം ചില ആദിവാസി കൂട്ടായ്മകളെ കാണുകയും അവരുടെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുന്നത്. ഈ കൂട്ടം ആമസോണിലെ അൺകോണ്ടാക്റ്റഡ് ട്രൈബ്സ് എന്നറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു. 15ഓളം അംഗങ്ങളുണ്ടായിരുന്ന ഇവർ ഒറ്റപ്പെട്ട നിലയിൽ കാടിനുള്ളിൽ താമസിക്കുന്നവരായിരുന്നു. അല്പവസ്ത്രധാരികളും അമ്പും വില്ലും ഏന്തിയവരായിരുന്ന ഇവർ ഹെലികോപ്റ്ററിനെ ആക്രമിക്കാനായി നിൽക്കുന്നതായിരുന്നു ആ ദൃശ്യം. ഈ ചിത്രങ്ങൾ പിന്നീട് ലോകമൊന്നാകെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ചർച്ചയ്ക്കിടയാക്കി. ഇത്തരം ആദിവാസികളുമായി സമീപിക്കരുതെന്ന് ബ്രസീലിയൻ ഗവൺമെൻറ്റിൻ്റെയും ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെയും നിർദ്ദേശമുണ്ട്. കാരണം ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ അപകടകാരികളാണെന്നും ഒരുപക്ഷെ പാലം പണിത് മറ്റു മനുഷ്യർ അവിടേക്കെത്തിയാൽ അവരെയും ഈ ഗോത്രവർഗക്കാർ ആക്രമിക്കാൻ സാധ്യതകളുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. അതിനു കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതായത് ആമസോൺ നദിക്കു കുറുകെ പാലം പണിതാൽ തന്നെ അത് പുറം ലോകം അറിയുകയും അവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ സഞ്ചാരവും കൂടും. ഇത് ആമസോൺ കാടുകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ആമസോൺ നദിയും പരിസരങ്ങളും മലിനമാകാനും കാരണമാകും. ഇതിനൊക്കെ പുറമെ തന്നെ ആമസോൺ കാടുകളിലേക്ക് കയറി ചെന്നാൽ തന്നെ തിരിച്ച് ജീവനോടെ പുറത്തെത്തുമോ എന്നുള്ളത് തന്നെ സംശയമായിരിക്കും. കാരണം അത്രത്തോളം അപകടകാരികളായ ജീവികളും സസ്യങ്ങളും നിറഞ്ഞ ഒരു ഘോരവനമാണിവിടം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിപ്പെടുകയെന്നതും വളരെ ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു കാരണം എന്തെന്നാൽ അവിടേക്ക് പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള പ്രയാസമാണ്. ആമസോൺ നദിയുടെ തീരങ്ങൾ ചതുപ്പുകളാൽ നിറഞ്ഞതായതുകൊണ്ട് തന്നെ പാലത്തിനു വേണ്ടിയുള്ള പില്ലറുകൾ അവിടെ നിർമ്മിക്കുകയെന്നതും അസാധ്യമാണ്. ആമസോൺ കാടുകളിലെ വനനശീകരണമാണ് ഇനി മറ്റൊരു കാരണം. 2022 ജൂൺ വരെ 3760 സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 2022 ജൂണിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിലുള്ള കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2023 ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 2022 കാട്ടുതീയേക്കാൾ 14.26% കാട്ടുതീയാണ് ആമസോൺ വനത്തിൽ സംഭവിച്ചത്. ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ മനുഷ്യർ ആമസോൺ കാടുകൾക്ക് ഭീഷണിയായതിനാൽ നദിക്കു കുറുകെ പാലം കൂടി വന്നാൽ ആമസോൺ കാടുകൾ എന്നത് ഒരു ഓർമ്മ മാത്രമായി മാറും. മാത്രവുമല്ല ആമസോൺ നദിക്കു കുറുകെ ഒരു പാലം പണിയുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് വലിയ ഗുണങ്ങളൊന്നും തന്നെയില്ല.
അതുകൊണ്ട് ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ആമസോൺ നദിക്ക് കുറുകെ പാലം ഇന്നും പണിയാത്തതിനുള്ള കാരണങ്ങൾ. ഇങ്ങനെയൊരു പാലം അവിടെ ആവശ്യമാണോ എന്നതും പാലം പണിയാത്തതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതും നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.